പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. യേശുക്രിസ്തു ഈ ദിവസവും നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് കരുതിയിട്ടുള്ള നന്മയുള്ള കാര്യങ്ങളെ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ ദൈവം ജയമാക്കി തരുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം നന്മയുള്ള കാര്യങ്ങളെ വെച്ചിരിക്കുന്നു. വിശ്വസിക്കൂ, സ്തോത്രത്തോടെ മുന്നേറിപ്പോകൂ. ദൈവം എന്റെ കൂടെയുണ്ട്, യേശു എന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കൂ. യേശു അത്ഭുതം ചെയ്യും. ഇന്ന് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാക്യം എന്താണ് എന്ന് വെച്ചാൽ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ നിന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും എന്ന് യഹോവ പറയുന്നു. യഹോവയുടെ പല കൽപ്പനകളെക്കുറിച്ച് പറയുന്നില്ലേ? ശത്രുക്കളെ സ്നേഹിക്കൂ, ശപിക്കുന്നവരെ ആശീർവദിക്കൂ, താഴ്മയുള്ളവരായിരിക്കൂ, സ്നേഹത്തോടെ ഇരിക്കൂ, തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യൂ. ഇങ്ങനെ പല കൽപ്പനകൾ പറയുമ്പോൾ ഇതെല്ലാം വളരെ പ്രയാസമാണ്. ഈ ലോകത്തിൽ ഇപ്പോഴുള്ള പരിതസ്ഥിതിയിൽ ദൈവം പറയുന്നത് പോലെ നമുക്ക് ജീവിക്കാനാകുമോ? അത് വളരെ പ്രയാസമാണ്. കൽപ്പനകൾ നന്നായിരിക്കുന്നു, അതിനടങ്ങി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ലല്ലോ. എങ്ങനെ സാധിക്കും? പലപ്പോഴും ഈ ചോദ്യം ഉന്നയിക്കാറുണ്ട്. അതുകൊണ്ട് ചിലർ വചനത്തെ കേൾക്കാൻ ഭയപ്പെടുന്നു. ദൈവം എന്താണ് വാക്ക് തരുന്നത്? എന്റെ മക്കളെ, എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ വെച്ച് എന്റെ ചട്ടങ്ങൾ പ്രകാരം നടക്കുമാറാക്കും. നീയൊന്നും ചെയ്യേണ്ടതില്ല. എന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ഞാൻ നിന്റെ ഉള്ളിൽ വെച്ചാൽ ആ പരിശുദ്ധാത്മാവ് എന്റെ കൽപ്പനപ്രകാരം നടക്കാൻ നിന്നെ സഹായിക്കും, ബലം തരും. വളരെ സിമ്പിൾ. ഞാൻ രക്ഷിക്കപ്പെട്ട ആരംഭകാലത്ത് വളരെ കഷ്ടപ്പെട്ടു. യൗവനകാലത്ത് വിശുദ്ധിയോടെ ജീവിക്കാൻ വളരെ പ്രയാസമാണല്ലേ? നമ്മുടെ കാഴ്ചയിൽ വിശുദ്ധി ഉണ്ടാവണം, നമ്മുടെ ചിന്തയിൽ വിശുദ്ധി ഉണ്ടാവണം, ജീവിതം വിശുദ്ധമായിരിക്കണം. അതെത്ര കഷ്ടമാണ്! പാപം നിറഞ്ഞ ഈ ലോകത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാനാകുമോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. അത് ഭയങ്കര സ്ട്രഗിളായിരുന്നു. 2 വർഷത്തെ പോരാട്ടം. അതുകൊണ്ട് ദൈവമേ, വിശുദ്ധി തരയണമേ, ഞാൻ വചനപ്രകാരം ജീവിക്കണമേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചാലും വീണ്ടും വീണ്ടും വീഴ്ച. കഷ്ടമായിരുന്നു. പക്ഷേ ദൈവം 2 വർഷം കഴിഞ്ഞ് തന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് എന്നെ അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വന്ന ഉടനെ ചട്ടങ്ങൾക്ക് കീഴടങ്ങുന്നത് എനിക്ക് വളരെ എളുപ്പമായി തീർന്നു. ദൈവം നമ്മെ നടത്തുന്നു, സഹായിക്കുന്നു, ബലം തരുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ബലം കൊണ്ടാണ് ഇത്രയും കാലത്തോളം ശുശ്രൂഷയ്ക്കായി വിളിച്ച് ഈ 50 വർഷത്തോളം ദൈവത്തിന്റെ കൽപ്പനപ്രകാരം നടക്കാൻ ദൈവം എന്നെ സഹായിച്ചിരിക്കുന്നു. ദൈവം പറയുന്നു, എന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിന്റെ ഉള്ളിൽ വെച്ച് എന്റെ ചട്ടങ്ങൾ പ്രകാരം നിന്നെ നടത്തുമെന്ന്. എനിക്കെങ്ങനെ ഇതുപോലെ ജീവിക്കാനാകും എന്ന് വിചാരിക്കരുത്. എന്റെ പരിശുദ്ധാത്മാവിനെ നീ ലഭ്യമാക്കെന്ന് പറഞ്ഞു. ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ തരയണമേ, പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ വെക്കണമേ. ദൈവം തന്റെ ഹിതപ്രകാരം കൽപ്പനകൾ അനുസരിച്ച് നടക്കാൻ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയൂ. ദൈവം നിങ്ങളെ സഹായിക്കും. വിശ്വസിക്കുമോ നിങ്ങൾ? എങ്കിൽ പ്രാർത്ഥിക്കാമോ? പിതാവേ, അങ്ങയുടെ ആത്മാവിനെ എന്റെ ഉള്ളിൽ വെക്കണമേ, അങ്ങയുടെ കൽപ്പനപ്രകാരം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ സ്വന്തം ശക്തി കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ വെച്ച് അങ്ങയുടെ കൽപ്പനപ്രകാരം എന്നെ നടത്തിക്കണമേ. ഞാനത് വിശ്വസിക്കുന്നു. ഇതാ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ മകൻ, അവന്റെ ഉള്ളിൽ അങ്ങയുടെ ആത്മാവിറങ്ങുമാറാകട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവ് അവരെ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ